232 പോരെ? എൻ്റെ മാഡം അത് 232 ഒരു ദിവസം ഒരു മീൻ വാങ്ങിക്കാനില്ലല്ലോ ഇന്നത്തെ ഈ ചെലവനുസരിച്ച്. ചിലപ്പോൾ ചേച്ചി ആരോഗ്യമന്ത്രി മീൻ വാങ്ങിക്കൂലായിരിക്കും. ആരോഗ്യമന്ത്രി മീൻ വാങ്ങിക്കണം. ആരോഗ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന മുട്ടായിയുടെ പൈസ ഇല്ലല്ലോ 232 രൂപ. ഞങ്ങൾ ഈ ആശമാരി പൊരിവെയിലത്ത് നടന്ന് ഇത്രയും വർക്ക് ഈ ഗവൺമെൻറ് ചെയ്ത് കോവിഡ് സമയത്ത് ഞങ്ങൾ എന്തുമാത്രം കിടന്ന് കഷ്ടപ്പെട്ടവരാണ്. സെക്രട്ടേറിയറ്റ് പടിക്കലെ ആശാ വർക്കർമാരുടെ നിരാഹാര സമരത്തിലാണ് ഇപ്പോൾ കർമാനൂസ് ഉള്ളത്. കഴിഞ്ഞ ദിവസം, അതായത് വിമൻസ് ഡേയുടെ അന്ന് ആശാ വർക്കർമാരെ കുറിച്ചുള്ള അവരുടെ പരാതികൾ, അവരുടെ പ്രശ്നങ്ങൾ, അതുപോലെ ആറ്റുകാൽ പൊങ്കാലയുടെ എന്ന അവരുടെ പ്രശ്നങ്ങൾ, ഇതെല്ലാം കർമാനൂസ് പ്രേക്ഷകരുടെ മുന്നിൽ ഞങ്ങൾ എത്തിക്കുകയായിരുന്നു. ഇപ്പോൾ അവർ നിരാഹാരം എന്ന അടുത്ത ഘട്ടത്തിലേക്ക്, മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പക്ഷേ എന്നിട്ടും കണ്ണിച്ചോരയില്ലാതെ സർക്കാർ ഇവരെ പരിഗണിക്കുന്നില്ല എന്നതാണ് സത്യം. ഇവിടെ വളരെ രസകരമായ ഒരു ദൃശ്യം കണ്ടു. ആ ദൃശ്യം എന്താണെന്ന് ഞാൻ പ്രേക്ഷകരോട് പറയാം. സർക്കാരിൻ്റെ രണ്ട് കാര്യങ്ങളാണ്, സർക്കാർ വരുമാനം ഉണ്ടാക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ലോട്ടറിയും മദ്യവും എന്ന് പറയുന്നത്. ആശാ വർക്കർമാർ ആകെ ആ വാക്ക് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, തെണ്ടി കുത്തുവാള എടുത്തിരിക്കുകയാണ്. അങ്ങനെ അവരെ ആ ഒരു അവസ്ഥയിൽ എത്തിച്ചത് ഈ സർക്കാരാണ്. ആ വേദിയിൽ ലോട്ടറി കച്ചവടം നടത്തുന്ന ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്. അവർ വളരെ ദയനീയമായി പറയുന്നു, ഈ 40 രൂപ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ വന്ന് സമരത്തിനിരിക്കുമെന്ന്. അത്രമാത്രം പരിഗണിക്കാതെ അവരെ, അതും സ്ത്രീകളാണ്, അവർ ഈ വെയിലത്ത് കഴിഞ്ഞ ദിവസത്തെ രാത്രിയിലത്തെ മഴയിൽ ഇവരെല്ലാവരും വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നുപോയത്. അങ്ങനെ വളരെ വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇവിടെ കാണാനുള്ളത്. ഇന്ന് അവർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം. മിനിമം 7ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണ് ആശമാരിൽ പലരും. ആ വിദ്യാഭ്യാസ യോഗ്യത വെച്ച് തങ്ങളുടെ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതാകട്ടെ എന്ന് കരുതി 18 വർഷങ്ങൾക്ക് മുൻപ് മുന്നോട്ടിറങ്ങിയവരാണ് ഈ സ്ത്രീകൾ. എന്നാൽ ഇന്നാണോ കഴിഞ്ഞ ദിവസമാണോ എന്നറിയില്ല, ഇവർ പറയുന്നത് കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി സെക്രട്ടേറിയറ്റിൽ ഇവരെ അഭിസംബോധന ചെയ്യാൻ വന്ന സമയത്ത് പറഞ്ഞു, ഞാനിവരെ ചേർത്ത് പിടിച്ചിരിക്കുകയാണെന്ന്. അത് ശരിയാണോ എന്ന് നമുക്ക് തന്നെ അവരോട് ചോദിക്കാം. ആരോഗ്യമന്ത്രി നിങ്ങളെ ചേർത്ത് പിടിച്ചിട്ടുണ്ടോ? ഒരിക്കലും ഇല്ലെങ്കിൽ ഞങ്ങൾ ഈ 31 ദിവസം ഇവിടെ വന്നിരിക്കുമോ? ഇല്ലല്ലോ. 39 ദിവസമായി ഇന്ന് ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. മന്ത്രി ഇതുവരെ ഞങ്ങളെ ചേർത്ത് നിർത്തിയിട്ടില്ല. പല പ്രാവശ്യവും നമ്മുടെ സംഘടനക്കാരെ ഒത്തുതീർപ്പിന് വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് ഇവിടെ ഞങ്ങളുടെ കയ്യിൽ പൈസകളൊന്നുമില്ല, ഖജനാവൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, ഞങ്ങളുടെ കയ്യിൽ ഒരു പൈസയും നിങ്ങൾക്ക് തരാനില്ലെന്ന് പറഞ്ഞു. ചേച്ചി ഇവിടെ ആദ്യത്തെ ദിവസം വന്നപ്പോൾ 232 രൂപയാണ് ചേച്ചിക്ക് ഒരു ദിവസത്തെ ആശാ വർക്കർമാരുടെ പ്രതിഫലം എന്ന് അറിഞ്ഞപ്പോൾ നിങ്ങൾ ചതിക്കപ്പെടുകയായിരുന്നു എന്നുള്ളതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പായിരുന്നു ആ അറിവ്? തീർച്ചയായിട്ടും. ഞങ്ങൾ ഈ 7000 രൂപ കിട്ടുമ്പോൾ ഞങ്ങൾ വിചാരിച്ച 7000 രൂപ കിട്ടുന്നല്ലോ. പക്ഷേ ഇവിടെ സമരത്തിന് വന്ന സമയത്താണ് ഞങ്ങൾ അറിയുന്നത് ഒരു ദിവസം 232 രൂപയുള്ളെന്ന്. ആ 232 രൂപയുടെ പണി മാത്രമല്ലേ നിങ്ങൾ ചെയ്യുന്നുള്ളൂ? എൻ്റെ മാഡം, ഞങ്ങൾ ആ 232 70,000 രൂപയുടെ പണിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത്? ആരോഗ്യമന്ത്രിക്ക് അറിയില്ലെങ്കിൽ അതൊന്ന് അവർ കേൾക്കട്ടെ. ഞങ്ങൾ ചെയ്യുന്ന ജോലി ഫീൽഡിൽ ചാക്രി അടിസ്ഥാനത്തിൽ 50 വീട് ഞങ്ങൾ ചെയ്യണം. രണ്ടാമത് കിടപ്പ് രോഗികളെ പോയി 20 വീട്ടിലുള്ള കിടപ്പ് രോഗികളെ പോയി നോക്കണം, എഴുതണം. അതുപോലെ തന്നെ 5 വയസ്സിന് താഴെയുള്ള കുട്ടികളെയും ഗർഭിണികളെയും പോയി 20 വീട്ടിൽ പോയി നോക്കണം. ഇതിനിടയ്ക്ക് പിന്നെ കുക്കറി ഷോ നടത്തണം, പിന്നെ പാലിയേറ്റീവ് കെയർ പേഷ്യൻറ്റിനെ നോക്കണം, പിന്നെ യോഗ ക്ലാസ് നടത്തണം, പിന്നെ മലമ്പനി ടെസ്റ്റ് ചെയ്യണം, പിന്നെ NCD ക്ലിനിക്കിൽ ആളുകളെ പറഞ്ഞു വിടണം. ഇങ്ങനെയുള്ള കുറേ മാനദണ്ഡങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിന് 232 പോരെ? എൻ്റെ മാഡം അത് 232 ഒരു ദിവസം ഒരു മീൻ വാങ്ങിക്കാനില്ലല്ലോ ഇന്നത്തെ ഈ ചെലവനുസരിച്ച്. ചിലപ്പോൾ ചേച്ചി ആരോഗ്യമന്ത്രി മീൻ വാങ്ങിക്കൂലായിരിക്കും. ആരോഗ്യമന്ത്രി മീൻ വാങ്ങിക്കണം. ആരോഗ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന മുട്ടായിയുടെ പൈസ ഇല്ലല്ലോ 232 രൂപ. ഞങ്ങൾ ഈ ആശമാരി പൊരിവെയിലത്ത് നടന്ന് ഇത്രയും വർക്ക് ഈ ഗവൺമെൻറ് ചെയ്ത് കോവിഡ് സമയത്ത് ഞങ്ങൾ എന്തുമാത്രം കിടന്ന് കഷ്ടപ്പെട്ടവരാണ്. അതൊന്ന് പറയൂ. ആ കോവിഡ് കാലത്ത് ചേച്ചി പറഞ്ഞു, ചേച്ചി 75 പേരുടെ എന്തോ ഒരു കണക്ക് പറഞ്ഞല്ലോ, അതൊന്ന് പറയാമോ? മാഡം, ഞങ്ങൾ ഈ കോവിഡ് സമയത്ത് ഞങ്ങൾ സ്ലം ഏരിയയാണ്. ആ സ്ലം ഏരിയയിലുള്ള 75 പേരെ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ്, അപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ എല്ലാവരെയും വിളിച്ചപ്പോൾ ഞങ്ങൾക്കൊരു PP കിറ്റ് പോലും ഇല്ല. ഞങ്ങൾ അവിടെ ചെന്ന് ടെസ്റ്റ് ചെയ്ത് എല്ലാവരെയും മാറ്റി ഇരുത്തി ടെസ്റ്റ് റിസൾട്ട് വന്നപ്പം 50 പേരും കോവിഡ് പേഷ്യൻസാണ്. അപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചു, ഒരു PP കിറ്റ് പോലും ഇല്ലാതെ ഇവരുടെ നടുവിൽ ഞാൻ നിൽക്കുകയല്ലേ. പക്ഷേ ഞാനൊരു ദൈവത്തെ വിളിക്കുന്ന ഒരു പള്ളിയിൽ പോകുന്നൊരു വ്യക്തിയാണ്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെടുകയാണ്. എനിക്ക് ആ ബാധ എനിക്ക് തരല്ലേ ദൈവമേന്ന്. പക്ഷേ ഇത്രയും കാലം ഞാൻ ഈ ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്തിട്ട് എനിക്ക് ആ രോഗത്തിൻ്റെ ദൈവം തന്നില്ല. പിന്നെ ഓരോ ഫീൽഡിൽ ചെല്ലുമ്പോൾ ഈ കോവിഡ് പേഷ്യൻ്റ് ഞങ്ങളെ
വീട്ടിൽ ഇരിക്കുമ്പോൾ വിളിക്കും, ചേച്ചി ഞങ്ങളുടെ വീട്ടിൽ 4 പേർക്ക് കോവിഡാണ്, ഞങ്ങൾക്ക് 4 പേർക്ക് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടാണ്, ഞങ്ങൾക്ക് ഗുളികകളില്ല, വെള്ളമില്ല, ഞങ്ങൾക്ക് കൊണ്ടെത്തിക്കണേന്ന്. ഞങ്ങളത് കേട്ടോണ്ട് ഓടി അവരുടെ പേരുകളും വയസ്സും അവർക്ക് എന്നാണിത് തുടങ്ങിയെന്നും ഒക്കെ വെച്ചിട്ട് ഞങ്ങൾ ഓടി ഞങ്ങളുടെ ഡോക്ടറെ അടുത്ത് പോകും, മെഡിസിൻ വാങ്ങിക്കും. ആ മെഡിസിൻ വാങ്ങിക്കൊണ്ട് അവർക്ക് കൊണ്ടുവന്ന് ബെല്ലടിക്കും, ഞങ്ങൾ വരാൻ തരുന്നുണ്ട്. ബെല്ലടിക്കും, അവർ ഇറങ്ങി വരും. നമുക്ക് പേടിയില്ല, കാരണം ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇറങ്ങി തിരിച്ചത്. അവർക്ക് ഗുളികയും കൊടുത്ത് ഇന്ന പോലെ കഴിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കാർക്കും ഈ ജോലി ചെയ്യുന്നൊരു ബുദ്ധിമുട്ടോ പ്രയാസമോ വന്നിട്ടില്ല. പക്ഷേ കോവിഡ് കാലത്ത് ഏറ്റവും നല്ല ഒരു സംവിധാനം ഉണ്ടാക്കിയതിൽ വലിയ ഒരു പങ്ക് വഹിച്ചു എന്ന് പറയുന്ന ഒരു സംസ്ഥാനമാണ് കേരളമെന്ന് മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിമാരും അതായത് അന്നത്തെ ശ്രീമതി ടീച്ചറും ഒക്കെ അഭിപ്രായപ്പെട്ടല്ലോ. അപ്പോൾ അത് നിങ്ങളുടെ നേട്ടമല്ലേ? ഞങ്ങൾ ആശമാരുടെ നേട്ടമായി 26,125 ആശമാർ നേടിക്കൊടുത്താണ് നമ്പർ 1 കേരള ആരോഗ്യത്തിന് വേണ്ടി നേടിക്കൊടുത്തത് ഞങ്ങളെല്ലാവരുമാണ്. ആ മന്ത്രിമാർ ഇപ്പം ഞങ്ങളെ പുച്ഛിച്ച് തള്ളുക. ഇനി നിങ്ങളുടെ ആവശ്യം എന്തൊക്കെയാണ്? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഞങ്ങൾക്ക് ഇപ്പോഴത്തെ ആവശ്യം, ഞങ്ങൾക്ക് ഒരു മാസം 21,000 രൂപ തരണം. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് 700 രൂപ ഒരു ദിവസം ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. ഇന്ന് പിന്നെ വെളിയിൽ നിന്നുള്ള അന്യസംസ്ഥാന തൊഴിലാളികളോടും ജോലി ചെയ്യുന്നവർ 1,600-ഉം 1,500 രൂപയ്ക്കാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ ഈ ആശമാർ വെറും 232 രൂപയ്ക്ക് വേണം ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ ഓരോ ആശമാരും വളരെ കഷ്ടപ്പെട്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വിധവമാർ ഇഷ്ടംപോലെ ഉണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ. ഭർത്താക്കന്മാർ കിടപ്പ് രോഗികളുണ്ട്, കൊച്ചു കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകാൻ നിവൃത്തിയില്ലാത്തവരുണ്ട്, വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാത്തവരുണ്ട്. ഇങ്ങനെയുള്ള ആശമാരാണ് ഇതിനകത്ത് കൂടുതലും. ഞങ്ങളെ കൊണ്ട് അങ്ങേയറ്റം ജോലി ചെയ്യിപ്പിച്ച് നമ്പർ 1 കേരളമാക്കിയിട്ട് ഞങ്ങളെ ഈ തെരുവിൽ ഇത്രയും ദിവസം ഇരുത്തിയ ഈ മുഖ്യമന്ത്രി ആയാലും ഈ ആരോഗ്യമന്ത്രി ആയാലും ധനമന്ത്രി ആയാലും ഞങ്ങളോട് ചെയ്യുന്ന ക്രൂരത ഒരിക്കലും ആരും സഹിക്കില്ല. ഇവരതിൻ്റെയൊക്കെ അനുഭവിക്കും. അല്ല, ആരോഗ്യമന്ത്രി പറഞ്ഞാൽ വെയിൽ കൊള്ളാതെ വീട്ടിൽ പൊക്കോളാൻ. വെയിൽ കൊള്ളാതെ വീട്ടിൽ പോയിരുന്ന ഇവരെങ്ങനെ നാളെ ഒരു പറയുന്ന കേരളം നമ്പർ 1 ആവുമെന്ന് ഇവരെങ്ങനെ പറയും? ചേച്ചി നിഷ്കളങ്കമായി ചിരിക്കുന്നെങ്കിലും ആ മനസ്സിൽ ഒരുപാട് വേദനയുണ്ട്. കാരണം നമുക്കറിയാം എന്ത് അസുഖം വന്നാലും കുഴപ്പമില്ല, ഈ സമൂഹത്തെ പരിപാലിക്കണം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഡ്യൂട്ടിയാണെന്ന് കരുതി മുന്നോട്ടിറങ്ങുന്ന സ്ത്രീകളാണിവർ. ഒപ്പം അവരുടെ വരുമാനവും അവരുടെ ലക്ഷ്യം തന്നെയാണ്. പക്ഷെ അവരെ കാണാതെ ഈ ആരോഗ്യമന്ത്രിനെ എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. എന്നാൽ ഇവരെയാണ് ആദ്യം പരിഗണിക്കേണ്ടത് എന്നുള്ള കാര്യം ഇനിയെങ്കിലും സർക്കാർ മനസ്സിലാക്കിയാൽ നന്ന്.